ഹായ് ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാരങ്ങാച്ചാറാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ലെമൺ പിക്കിളാണ്. അപ്പോൾ നമ്മളിങ്ങനെ നല്ലൊരു ലെമൺ പിക്കിൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കഴുകി വൃത്തിയാക്കി തുടച്ചെടുത്ത് വെച്ചേക്കുന്ന നാരങ്ങയാണ്. നമുക്ക് ഈ നാരങ്ങ കൊണ്ട് ലെമൺ പിക്കിൾ ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞ് സാധാരണ ഞാൻ ഒന്നുകൂടെ ഇങ്ങനെ ചെറുതാക്കി അരിഞ്ഞെന്നുള്ളൂ കേട്ടോ, കാരണം ഇട്ട് വെക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് കേട്ടോ. അപ്പം നമുക്കതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാവേ. ഇത് ഞാൻ ഒരു 2 സ്പൂണ് ഉലുവായും 2 സ്പൂണ് കടുകും കൂടെ വറുത്ത് പൊടിച്ചെടുത്ത് വെച്ചാണ്. എടുത്ത് വെച്ചേക്കുന്ന പൊടിയാണ്. ഉലുവായും കടുവും കൂടെ വറുത്ത് പൊടിച്ച് വെച്ചേക്കുന്നതാണ്. അപ്പം ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത് ഒരു 4 സ്പൂണ് കാശ്മീരി ചില്ലിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് ആവശ്യത്തിന് കായപ്പൊടി ഇട്ട് കൊടുക്കാവേ. ഇതെല്ലാം കൂടെ നന്നായിട്ട് നമ്മുടെ നാരങ്ങയിലോട്ട് മിക്സ് ചെയ്യാവേ. അപ്പോൾ നമ്മൾ ഇത് നന്നായിട്ട് ഉപ്പും മുളകും ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് വെച്ചു. ഇനി നമുക്ക് ഒരു പരണിയിലേക്ക് ഇട്ട് നന്നായിട്ട് അടച്ചു വെക്കാം. എന്നിട്ട് ശകലം എണ്ണയൊക്കെ ചൂടാക്കി ഒഴിക്കണേ. അപ്പം നമ്മൾ ഇതുപോലെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു വെച്ചേ. അപ്പോൾ നമ്മളിതുപോലെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ഈ പരണിയിലേക്ക് ഈ നാരങ്ങയെല്ലാം പറക്കി ഇട്ട് വെക്കാവേ. അപ്പോൾ നമ്മൾ പാനൊക്കെ എടുത്ത് ചൂടാകാൻ വെച്ച് അതിലേക്ക് നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തു. നമ്മൾ സ്വല്പം കടുകൊക്കെ ഇട്ട് കൊടുത്തേ. കടുകൊക്കെ ഒരു ചുള വെളുത്തുള്ളിയും, അപ്പോൾ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ കറിവേപ്പിലയും ഇട്ട് കൊടുത്തു. അപ്പോൾ നമ്മൾ കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുത്തു. ഇനി നമുക്കിതൊന്ന് ഇളക്കി എടുക്കാതെ. അപ്പോൾ നമ്മളുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഇത് ചൂടാക്കി കഴിയുമ്പോൾ നമുക്ക് ഈ നാരങ്ങയ്ക്കകത്തൊന്ന് ഒഴിച്ച് കൊടുക്കണം. ഇനി നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ഈ നാരങ്ങയിലേക്ക് പാത്രത്തിലേക്ക് നമ്മൾ ഈ ഓയിൽ ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാവേ. അപ്പോൾ നമ്മൾ ഈ നാരങ്ങയിലേക്ക് ഇതെല്ലാം കടുകെല്ലാം പൊട്ടിച്ച് അതിനകത്ത് ഇട്ടു. ഇനി നമുക്ക് നന്നായിട്ട് ഇത് മുറുക്കി ടൈറ്റ് ചെയ്ത് അടച്ചു വെക്കാവേ. ഇപ്പം നമ്മൾ അതിലേക്ക് നാരങ്ങയിലേക്ക് ഇട്ട് കൊടുത്ത് നമ്മളിത് നന്നായിട്ട് മുറുക്കി ടൈറ്റ് ചെയ്ത് അടച്ചു വെച്ചു. ഇനി ഒരു 30 ദിവസം കഴിഞ്ഞ് വേണം നമുക്കിത് എടുക്കാൻ. കണ്ടോ, അപ്പോൾ നമ്മൾ ഈ നാരങ്ങയിൽ ഇതെല്ലാം കണ്ടോ അതിൻ്റെ ജ്യൂസെല്ലാം ഇറങ്ങി വരുന്നുണ്ട്. ഉപ്പും ഇതുമെല്ലാം കൂടെ പിടിച്ച് ഇറങ്ങി വരുന്നേ ഉള്ളൂ. വെള്ളമൊന്നും നമ്മൾ ചേർത്തിട്ടില്ലേ, ഒരു സാധനം നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യാറില്ല കേട്ടോ. ഇത് ഇനി ഒരു 30 ദിവസം കഴിഞ്ഞ് വേണം നമുക്ക് ഇതെടുക്കാൻ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണ്. അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കണേ. കണ്ട, ഇപ്പം നമ്മൾ ഇപ്പോൾ 30 ദിവസം കഴിഞ്ഞപ്പോൾ നമ്മുടെ നാരങ്ങാച്ചാർ എടുത്ത് നോക്കിയപ്പോൾ കണ്ട തൊലിയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് നല്ല കുറുകി അതിൻ്റെ മുളകെല്ലാം നന്നായിട്ട് കുറുകി കണ്ട നല്ല ടേസ്റ്റി ആയിട്ട് അതിൻ്റെ അഴിക്കുമ്പോൾ തന്നെ അതിൻ്റെ നമ്മുടെ സ്മെല്ല് നമ്മുടെ മൂക്കിലേക്ക് വരുന്നുണ്ട്, കായത്തിൻ്റെയൊക്കെ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.